നമ്മൾ ഡിഗ്രിയിൽ പഠിക്കുന്നത് പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നേടാൻ പറ്റില്ല. കാരണം അവിടെ എക്സാമിനേഷൻ പോയിന്റ് ഒക്കെ വേറെയാണ്. ഇപ്പൊ എന്താണ് ഈ ഒരാഴ്ച എനിക്ക് പറ്റിയില്ലെങ്കിൽ, ഈ ഒരാഴ്ച എനിക്ക് പനിയായതുകൊണ്ട് എനിക്ക് എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് തൊട്ടടുത്ത ആഴ്ച എന്തുണ്ട്, അവസരമുണ്ട്. അപ്പം അതൊരു നല്ല കാര്യമാണ്. ഹായ് ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. ഞാൻ ആതിര അർച്ചന. അപ്പോൾ നമ്മൾ ഇന്ന് 3 പേരും വന്നിരിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ പുതിയ അധ്യയന വർഷം അല്ലെ, അധ്യയന വർഷം ഏതാണ്ട് കഴിയാനായി. അപ്പോൾ ഈ ഒരു അധ്യയന വർഷം കഴിയുമ്പോൾ ഒരുപാട് ബികോം ബിരുദധാരികൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ സഹകരണ മേഖലയിലുള്ള ഒരുപാട് അവസരങ്ങളെ പറ്റി, അതായത് അവർക്ക് ഏതിനൊക്കെ അപേക്ഷിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഏതൊക്കെയാണ് ഇനി കൂടുതലായിട്ട് പഠിക്കേണ്ടത്, എന്താണ് ഇത്തരത്തിൽ മത്സര പരീക്ഷകൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ സാറേ, നമ്മളെ ചോദ്യം എന്താണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ബികോം കഴിയുന്ന അല്ലെ, ഇപ്പൊ ബികോം കഴിയാൻ വേണ്ടി പോവാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സഹകരണ മേഖലയിൽ എത്രയാണ് ജോലി സാധ്യത? അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബികോം കോർപ്പറേഷൻ ഉണ്ട്, അല്ലാതെ ബാക്കി മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫിനാൻസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ബികോം കോർപ്പറേഷൻ പഠിച്ചവർക്കാണ്. അവർക്കാണ് പ്രധാനമായിട്ടും നമ്മുടെ സഹകരണ മേഖലയിലെ ജോലിയിലേക്ക് എത്തിപ്പെടുവാനായിട്ട് പറ്റുക. എന്നാൽ മറ്റ് ബികോം ചെയ്തവർ, അതായത് ബികോം ഫിനാൻസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ബിസിനസ് ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യണം? അഡീഷണൽ ആയിട്ട് ഒരു 4 പേപ്പർ കോർപ്പറേഷന് എഴുതിയെടുക്കുകയാണെങ്കിലാണ് അവർക്ക് കോർപ്പറേറ്റീവ് സെക്ടറിൽ എക്സാമുകൾ എഴുതാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 2025 അല്ലെങ്കിൽ 26 വർഷങ്ങളിൽ ബികോം പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടനവധി അവസരങ്ങൾ PSCയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതൽ അവസരമാണ് ഈ ഒരു ബികോം കോർപ്പറേഷൻ പഠിച്ച ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് കിട്ടുന്നത്. കാരണം അവർക്ക് എന്ത് ചെയ്യാം, ഈ PSCയിൽ വന്നിരിക്കുന്ന അക്കൗണ്ടന്റ് ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുകൂടാതെ നമ്മുടെ CSEB നടത്തുന്ന കോർപ്പറേറ്റീവ് ബാങ്കിൽ ക്ലർക്ക്, ക്യാഷർ, അതുപോലെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കുള്ള എക്സാം, ഇതുകൂടി എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു വർഷത്തിൽ സഹകരണ മേഖലയിൽ ഏറെക്കുറെ ഒരു 700-800ഓളം വേക്കൻസികളാണ് ക്ലർക്കിന് മാത്രം ഉണ്ടാകുന്നത്. അതായത് PSCയിൽ ഒരു പോസ്റ്റിന് വരുന്നതിനേക്കാൾ വളരെ ഏറെ വേക്കൻസികളാണ് നമ്മുടെ സഹകരണ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോ ഉദ്യോഗാർത്ഥികൾ ഇപ്പം ഈ തവണ ബികോം കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകളാണെങ്കിൽ, അവർക്ക് ബികോം കോർപ്പറേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് അടുത്ത റിസൾട്ട് വന്ന ഉടനെ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. ആ സമയം തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്തുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് അവർ മറ്റ് ബികോം ആണെങ്കിൽ അവർ എന്ത് ചെയ്യണം, 4 പേപ്പർ അഡീഷണൽ എലക്റ്റീവ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവർക്കൊരു 1 ഇയർ അവരുടെ പഠനത്തോടൊപ്പം തന്നെ ഇപ്പം CSEBയുടെ പ്രിപ്പറേഷൻ, അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യണം, ഈ ഒരു 4 പേപ്പർ എഴുതിയെടുക്കണം. മിസ്സേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവര് പലരും ബികോം അല്ലെങ്കിൽ MCOM കഴിഞ്ഞതിന് ശേഷം HDC കോഴ്സിന് പോകുന്ന കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? ഈ HDC കോഴ്സിന് പോകുന്നതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുക ഈ ഒരു അഡീഷണൽ സ്പെഷ്യലൈസേഷൻ എഴുതിയെടുക്കുക എന്നുള്ളതാണ്. കാരണം കോമ്പറ്റേറ്റീവ് എക്സാമിന് സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് എന്താണ്, കോമ്പറ്റേറ്റീവ് എക്സാമിനും പ്രിപ്പയർ ചെയ്യാം. ഈ ഒരു 2 സെമസ്റ്ററിലായിട്ട് 4 പേപ്പേഴ്സാണ് നമുക്ക് എഴുതിയെടുക്കാനുള്ളത്. അത് ചെയ്യാം എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ HDCക്ക് പഠിക്കുന്നത് അതിൻ്റെതായ ഗുണമുണ്ട്. നമുക്ക് എന്താണ്, കുറച്ചും കൂടി സബ്ജക്റ്റുമായിട്ട്, മറ്റേതൊരു പരീക്ഷ ക്ലിയർ ചെയ്യാനുള്ള പെർവ്യൂവിലാണ് നമ്മൾ ഈ 4 പേപ്പർ എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ, HDCക്ക് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആഴത്തിലൊരു പഠനം നമുക്ക് എന്താണ് നടത്താൻ, സബ്ജക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആഴത്തിലൊരു പഠനം HDC ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് കിട്ടും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റ് ഡിസിപ്ലിനിലെ ആളുകളാണ് ഈ HDCക്ക് പഠിക്കുന്നത്. അപ്പൊ അവർക്ക് കുറച്ചും കൂടിയും എന്താണ് എളുപ്പം എന്ന് പറയുന്നത് സബ്ജക്ട് നോളജ്, നമ്മുടെ കൊമേഴ്സ് സബ്ജക്റ്റുകൾ HDC പ്രിപ്പയർ ചെയ്യുന്നു. മറ്റ് ബികോം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും മറ്റ് ട്രാവൽ ആൻഡ് ടൂറിസം ആണെങ്കിലും ഒക്കെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ അവർ പിന്നെ ഒരു HDCക്ക് പോകുന്നതിനേക്കാൾ അവർക്ക് നല്ലത് ഈ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാന്നുള്ളതാണ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മറ്റ് PSC ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷ വർഷത്തിൽ 3 തവണ നടക്കുന്നുള്ളതും നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതും തവണ എന്ന് പറയുമ്പോൾ ഈ തവണ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മിനിമം 3 തവണയായിരുന്നു നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. ഈ തവണ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ കഴിഞ്ഞ 2025 നമുക്ക് വന്ന നോട്ടിഫിക്കേഷനുകളുടെ എണ്ണം 5-6ഓളം ഇപ്പൊ ആക്റ്റീവ് ആയിട്ട് തന്നെ നമ്മുടെ പ്രൊഫൈലിൽ ഒരു 5ഓളം കാറ്റഗറി നമ്പറിലുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ എന്താണ് ഉദ്യോഗാർത്ഥികൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പരീക്ഷ നടക്കണോ, ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പ്ലേസ്ഡ് ആവുകയാണ് അല്ലേ. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം. കാരണം നമ്മുടെ ഒരു സ്റ്റുഡന്റ് തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളുടെ എക്സാം കഴിഞ്ഞത് ഓഗസ്റ്റ് മാസം നടന്നു. അതിന്റെ 2 മാസത്തിനുള്ളിൽ ഷോർട്ട് ലിസ്റ്റ് വന്ന് ആ 2025 തീരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, പ്ലീസ്ഡ് ആയി. ഒരൊറ്റ വർഷം കൊണ്ട് ആദ്യത്തെ ജനുവരി മാസം അദ്ദേഹം പഠനം ആരംഭിക്കുകയാണെങ്കിൽ
ആ വർഷം തീരുമ്പോൾ ഇപ്പൊ 2025 പഠനം ആരംഭിക്കുന്ന 2026 പഠനം ആരംഭിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 2026 ഡിസംബർ ആകുമ്പോഴത്തേക്കും കയ്യിൽ സുരക്ഷിതമായ ഒരു ജോലി കിട്ടുകയാണ്. അപ്പൊ പ്രധാനമായിട്ടും ഈ ഒരു HDC JDC കോഴ്സ് ചെയ്യുന്നവര് ഏറ്റവും വേഗം ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഒരു BCom പഠിച്ച ആളുകൾ അല്ലെങ്കിൽ MCom പഠിച്ച ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം, അവർ ഈ സമയത്ത് HDC കോഴ്സിന് പോകുന്നതിന് പകരം CICBയുടെ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടത്തുക. ആ കൂടെ എന്ത് ചെയ്താൽ മതി, അഡീഷണൽ ആയിട്ട് ആ 4 പേപ്പർ എഴുതിയെടുക്കുകയായിരിക്കും ഏറ്റവും കുറച്ചുകൂടി അതെ എളുപ്പം. കാരണം പെട്ടെന്ന് നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഓരോ ദിവസം ചെല്ലുന്നതോറും കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു മാറുന്ന കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്ന കോമ്പറ്റീഷനോട് നമ്മൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്തുവേണം, ഇൻഡെപ്ത് ആയിട്ട് നോളേജ് വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി പഠിച്ച് പോകണം. സാറേ വേറൊരു ചോദ്യം, കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് അപ്പോൾ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഡിഗ്രിയിൽ പഠിക്കുന്നത് പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നേടാൻ പറ്റില്ല. കാരണം അവിടെ എക്സാമിനേഷൻ പോയിന്റ് ഒക്കെ വേറെയാണ്. സബ്ജക്റ്റ് ആയിട്ടും പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് ഇൻഡെപ്ത് ആയിട്ടൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു BCom കഴിഞ്ഞ് ഇപ്പോൾ സാറ് പറഞ്ഞ കോർപ്പറേഷൻ ചെയ്തോ ആയിക്കോട്ടെ, കോർപ്പറേഷൻ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എക്സാം കഴിഞ്ഞു, ഈ ഒരു എക്സാമിന് അതായത് CSCB എക്സാമിനുള്ള പ്രിപ്പറേഷൻ, അതിനെ നമുക്ക് എങ്ങനെ അവരോട്, അതായത് അവർക്ക് എങ്ങനെ ആ ഒരു പ്രിപ്പറേഷനെ പറ്റി എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും? കാരണം എന്താ വെച്ചാൽ അവർ BCom കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെന്തേ പഠിക്കുന്നുള്ള ഒരു 6 മാസം കൊണ്ട് അവർ എങ്ങനെയും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം, അതായത് ഒരു മാർക്ക്, അതായത് അവരുടെ എന്താ മുന്നിൽ കാണുന്ന ഒരു ലക്ഷ്യം. പക്ഷെ അതുപോലെയല്ലല്ലോ ഇവിടെ. അപ്പം അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവർക്ക് എന്താണ് അവരോട് പറയാൻ വേണ്ടി പറ്റുക? നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്, നമ്മുടെ സബ്ജക്ട് പാർട്ടിൽ വരുന്നത് കോർപ്പറേഷൻ, ബാങ്കിങ്, അക്കൗണ്ടൻസി, കോപ്പറേറ്റീവ് ലോ. അതിൻ്റെ അകത്ത് ഈ ഒരു കോപ്പറേറ്റീവ് ലോ എന്ന സബ്ജക്റ്റ് മാത്രമാണ് കുറച്ച് വൈഡ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാ ടോപ്പിക്കുകളും എന്ന് പറയുന്നത് വളരെ ക്യാപ്സ്യൂൾ പരുവത്തിൽ, നമ്മൾ ഏതെങ്കിലും നമ്മളിപ്പം ഡിഗ്രിയിൽ പഠിച്ച നമ്മളൊരു 4 പേപ്പർ എഴുതി എടുക്കുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. കോർപ്പറേഷൻ ആണെങ്കിൽ ആ ഒരു 4 പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന വൺ വേർഡുകൾ മാത്രം, അതിൻ്റെ സ്റ്റേറ്റ്മെന്റ്, വൺ വേർഡ് നേരത്തെ വൺ വേർഡ് ആയിരുന്നു, ഇപ്പം ആ ഒരു ഭാഗത്തുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് വരുന്നത്. അതുപോലെ അക്കൗണ്ടൻസി ആണെങ്കിൽ പോലും നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്നും അവിടെ നമുക്ക് ഒരുപാട് പ്രോബ്ലം ചെയ്യും. നമ്മൾ ഒരുപാട് ബാലൻസ് ഷീറ്റും ഇതൊക്കെ ടാലി ആക്കിക്കൊണ്ടിരുന്ന അത്ര ഡീപ്പിൽ വേണം. ഒരു തിയററ്റിക്കൽ നോളജ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടൻസിയുടെ കാര്യത്തിൽ വേണ്ടത്. എല്ലാ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വന്നെങ്കിലേ ഉള്ളൂ. അതും കഴിഞ്ഞ ഒരു എക്സാമുകളുടെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ 2 ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് പ്രോബ്ലം ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് തിയറിറ്റിക്കൽ നോളജ് ഉണ്ടെങ്കിൽ, അക്കൗണ്ടൻസിയുടെ ബേസ് അറിയാമെങ്കിൽ തന്നെ ഏറെക്കുറെ 10 മാർക്ക്, 20ൽ 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലോയുടെ കാര്യമാണ്, ലോ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒരു പേപ്പർ ലോ പഠിക്കുന്നുണ്ട്, ഇപ്പോൾ BCom കോർപ്പറേഷൻ പഠിച്ചവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ അഡീഷണൽ എലക്റ്റീവ് എഴുതുന്നവരും ഒരു പേപ്പർ ലോ പഠിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഇൻ ഡീറ്റെയിൽ നമ്മുടെ 110 സെക്ഷനും 201 റൂളുകളും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗം എന്ത് ചെയ്യണം മിസ്സേ, അത് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പഠിക്കും. നമ്മൾ കുട്ടികളോട് പറയാറുള്ളത്, ലോ പഠിക്കുമ്പോൾ 110 സെക്ഷനും 201 റൂളും പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് CSCBക്ക് ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, ലോന്ന് സ്ഥിരം ചോദിക്കുന്ന ചില ഏരിയാസ് ഉണ്ട്, അത് ഫസ്റ്റ് പഠിക്കുക. പിന്നെ നമ്മൾ എന്താണ് അതിനനുസരിച്ച് അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി അവർക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റ് സെഷൻസ് ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ കുട്ടികളോട് പറയാറുള്ളത്. അതുകൂടാതെ വേറെ ചോദിച്ചാൽ ഇപ്പൊ നമുക്കിപ്പോ സാർ നേരത്തെ പറഞ്ഞ പോയിന്റിൽ പറയാണ്, അപ്പൊ നമുക്ക് പരീക്ഷയുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞു അല്ലെ, വർഷത്തിൽ 3 നടക്കുന്നത് ഇപ്പോ ഏതാണ് മാസത്തിൽ തന്നെ 3 4 എന്നതിന് കൂടി. അപ്പൊ ഇങ്ങനെ പരീക്ഷയുടെ എണ്ണം കൂടുമ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ അവർക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. കാരണം എന്താ, ഒരു വർഷം തന്നെ ഒരുപാട് എക്സാം നടക്കുന്നു, അവർക്ക് ഒരുപാട് പ്ലേസ്മെന്റ് ചെയ്യുന്നു. പക്ഷെ അവരുടെ ഈ ഒരു എന്താ പറയാ, ഒരുപാട് എക്സാം നടക്കുന്നതും അവരുടെ പരീക്ഷയുടെ പഠനവും മറ്റെന്തെങ്കിലും ഒരു ബന്ധം നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരുപാട് പരീക്ഷ നടക്കണോണ്ട് തന്നെ കുട്ടികൾ ഇപ്പൊ ഈ ഒരു പരീക്ഷയിൽ, ഇപ്പൊ സ്പെഷ്യൽ ഗ്രേഡ് പരീക്ഷയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത 2 കാറ്റഗറി സ്റ്റുഡൻസിനെ നമുക്ക് കാണാം. ഒന്നെന്ന് പറയുന്നത്, ഈ സ്പെഷ്യൽ കാറ്റഗറി പരീക്ഷയിൽ നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾ അവരെന്ത് ചെയ്യാണ്, കുറച്ചും കൂടി ഇതായിട്ട് പഠിക്കുകയാണ്. അടുത്ത പരീക്ഷ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം നടക്കുന്ന അടുത്ത പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ഉദ്ദേശം പഠിക്കുന്നവരുണ്ട്. ചിലവരെന്താ വെച്ചാൽ ഈ പരീക്ഷ അങ്ങനെ പോയിക്കോട്ടെ, അടുത്ത പരീക്ഷകൾ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന അങ്ങനത്തെ 2 കാറ്റഗറി കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ ചിന്താഗതിയിൽ മാറ്റം വരുന്നത്. നമുക്ക് എന്താണ്, സ്പെഷ്യൽ ഗ്രേഡ് പരീക്ഷയാകുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ സ്കെയിലും അതുപോലെ തന്നെ നമുക്ക് പ്രൊമോഷൻ സാധ്യതകളും ഒക്കെ ഉണ്ട്. അപ്പൊ കാറ്റഗറി വൈസ് നമുക്ക് എന്താണ്, ഏതെങ്കിലും ഒരു ബാങ്കിൽ ജോലി കിട്ടുക എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് നല്ല സൂപ്പർ ഗ്രേഡ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മളുടെ ഒരു മോട്ടീവ് ആവേണ്ടത്. അതിനകത്ത് ഞാൻ വേറെ കാര്യം കൂടി പറയാം. കഴിഞ്ഞ വട്ടം ഇപ്പം മിസ് പറഞ്ഞു
ഒരു എക്സാം കഴിഞ്ഞിട്ട് ആ എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ പോയ ആളുകളെ സംബന്ധിച്ച് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3-4 മാസങ്ങളോളം എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്തെങ്കിൽ അടുത്ത എക്സാം വരും. അതായത് ഒരിക്കൽ പറ്റിയ തെറ്റ് തിരുത്തണമെങ്കിൽ അവർ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താണ്, ഈ ഒരാഴ്ച എനിക്ക് പറ്റിയില്ലെങ്കിൽ, ഈ ഒരാഴ്ച എനിക്ക് പനിയായതുകൊണ്ട് എനിക്ക് എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് തൊട്ടടുത്ത ആഴ്ച എന്തുണ്ട്, അവസരമുണ്ട്. അപ്പം അതൊരു നല്ല കാര്യമാണ്. പിന്നെ എപ്പോഴും ഒരുപാട് സ്റ്റുഡൻസ് പറയുന്ന കാര്യമാണ് ഇയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഠനത്തിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വരുന്ന ഒരു എക്സാം സഹായിക്കുന്നുണ്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും എല്ലാ ആഴ്ചകളിലും പരീക്ഷ വരുമ്പോൾ അതനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു, അവരുടെ പഠനം അവർ ദിനചര്യയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അറിവ് വർദ്ധിക്കുന്നുണ്ട്, കോമ്പറ്റീഷൻ വർദ്ധിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ കട്ട് ഓഫ് കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ ദിവസവും പണ്ട് ആളുകൾ ഒരു ഒറ്റ എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും, അടുത്ത എക്സാമിന്റെ അടുത്ത ആ ഒരു സമയത്തെ അവർ പഠിക്കത്തുള്ളൂ. ഇപ്പൊ എല്ലാ ആഴ്ചയും പരീക്ഷ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ കണ്ടിന്യൂസ് ആയിട്ട് പഠനം ജീവിതത്തിന്റെ കൂടെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ ഒരു പഠനവും കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഉയർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. പിന്നെ ഒരു ചോദ്യം ഇപ്പൊ 2 സബ്ജക്റ്റ് ആയിട്ട് ചോദിക്കും. അപ്പോൾ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വീക്കിലി. അപ്പോൾ മിസ്സിനോട് ചോദിക്കുന്നത് ചിലപ്പോൾ കോപ്പറേറ്റീവ് ലോ ഈ ഒരു സബ്ജക്റ്റ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചയും എക്സാം നടത്തുമ്പോൾ ഈ എക്സാമിന്റെ അതായത് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പ്രീവിയസ് വീക്ക് അങ്ങനെ നടന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത് ഇപ്പോൾ കോപ്പറേഷനോ കോപ്പറേറ്റീവ് ലോ വെച്ച് പറയുകയാണെങ്കിൽ അത് എത്രത്തോളം അടുത്തൊരു പരീക്ഷയ്ക്ക് ഹെൽപ്ഫുൾ ആണ്? അതൊക്കെ നമ്മുടെ മുന്നേ നമ്മൾ പറയാറുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 60+ പെർസെൻറ്റേജ് ഇതും നമുക്ക് എന്താണ് മാർക്ക് കിട്ടും എന്നുള്ളത് പറയാറുണ്ട്. പക്ഷെ കഴിഞ്ഞപ്പോൾ ജനുവരി 4-ാം തീയതി ഒക്കെ നടന്ന എക്സാം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിലൊക്കെ കുറച്ചധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ സബ്ജക്റ്റിൽ കണ്ടന്റ് ഒക്കെ, അതായത് ഏരിയാസ് ഒക്കെ ഇപ്പൊ NCDC ആണെങ്കിലും ഇഫ്കോ ആണെങ്കിലും ഒക്കെ ചോദിക്കാറുള്ള ഏരിയാസ് തന്നെയാണ്. പക്ഷെ ആ ചോദിച്ച രീതിയിൽ എന്താണ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് ഇപ്പൊ NCDCയെ കുറിച്ച് നമുക്ക് സാധാരണ ചോദിക്കാറുള്ളത് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ് രജിസ്റ്റർ ചെയ്തത്, അങ്ങനെയുള്ള ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തതെന്നൊക്കെ. പക്ഷെ ഇത്തവണ വന്നിട്ടുള്ളത് അതിന് എത്ര റീജിയണൽ ഓഫീസ് ഉണ്ടെന്ന്. അപ്പൊ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ചോദ്യം ആദ്യമായിട്ടാണ് വരുന്നത്. ഏരിയ സെയിം ആണെങ്കിൽ പോലും ചോദ്യം ചോദിക്കുന്ന രീതിയിലും പിന്നെ കുറച്ചും കൂടി ആഴത്തിൽ ഒരു പഠിക്കേണ്ട ഒരു അവസ്ഥയും കൂടി നമ്മളുടെ CSEB പരീക്ഷയ്ക്ക് ഇപ്പോ വന്നിട്ടുണ്ട്. പിന്നെ ഈ ലാസ്റ്റ് നടന്നൊരു എക്സാം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു എക്സാമിന്റെ അകത്ത് നോക്കിയാൽ പോലും നമ്മളെ സംബന്ധിച്ച് തൊട്ടു മുന്നേ നടന്ന എക്സാമിലെ ചില ചോദ്യങ്ങൾ റിപ്പീറ്റഡ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആ വേഡിങ് പോലും മാറ്റാത്ത, ഓപ്ഷൻസ് പോലും മാറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം, പക്ഷെ ചെയ്യുന്ന പാറ്റേണിൽ ഒരു ചേഞ്ച് വരണം. ചുമ്മാ ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ആൻസർ മനസ്സിലാക്കി പോകുന്നതിനേക്കാൾ ആ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലാക്കി അതിന്റെ 4 ഓപ്ഷനുകളുടെ ഇൻഡെപ്ത് ആയിട്ട് നോളേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മുടെ CSEB എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കാനായിട്ട് സാർ എന്തൊക്കെയാണ് മിസ്സേ CC എന്തൊക്കെയുണ്ട് നമുക്ക്? ഇപ്പൊ നമ്മള് പ്രധാനമായിട്ടും പുതിയ ബിഗിനേഴ്സ് ബാച്ച് ആരംഭിക്കുകയാണ്. അതായത് ഈ തവണ ഡിഗ്രി കഴിയുന്ന ബികോം കോർപ്പറേഷൻ കഴിയുന്ന ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ബേസ് മുതൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയുള്ള ബിഗിനേഴ്സ് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് നമ്മുടെ സിലബസ് കവർ ചെയ്തുകൊണ്ട് അവരുടെ എക്സാമിന്റെ റിസൾട്ട് ഇപ്പോൾ ഒരു ഏപ്രിൽ മെയ്യോടുകൂടി അവർക്ക് റിസൾട്ട് വരും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്ത് വലിയ താമസമില്ലാതെ എക്സാം വരും. അപ്പോൾ ആ ഒരു എക്സാമിന് അവർക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ നമ്മുടെ ഒരു ബിഗിനേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് അവരുടെ ഡിഗ്രിയുടെ എക്സാമിനോടൊപ്പം തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. മാറ്റി വെക്കേണ്ടത് വളരെ കുറച്ച് സമയം, ഇതിന്റെ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടത് ചെറിയൊരു സമയം. കാരണം അവർ പഠിക്കുന്നതിന്റെ അതായത് ഇപ്പം ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ അതിന്റെ ചോദ്യങ്ങൾ നമുക്ക് എന്ത് വരും, CSEB എക്സാമിനുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ബിഗിനേഴ്സ് ബാച്ചാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് മിസ്സേ? കോഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാം തന്നെയാണ്. നമ്മുടെ ചിക്കുമോൻ സാറിന്റെ നേതൃത്വത്തിലുള്ള മെന്റർഷിപ്പിന് നല്ല റിവ്യൂ ആണ് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അപ്പൊ ആ ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്കും ഒരു നല്ലൊരു അസിസ്റ്റൻസ് ആവും. പിന്നെ അതുപോലെ തന്നെ PDF നോട്ട്സും റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, അപ്ഡേറ്റഡ് ലൈവ് ക്ലാസ്സസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാതെ നമുക്ക് ഡെയിലി എക്സാമും വീക്കിലി എക്സാമും അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ്, അവർക്ക് കറക്റ്റ് ലൈവായിട്ട് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഒരു പുതിയ ബാച്ചിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ചുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി സാറേ? നമ്മളെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം, ബാച്ചിൽ ജോയിൻ ചെയ്യാനൊക്കെ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളെ ഫ്രീ ഗ്രൂപ്പിന്റെ ചാനൽ, അതിന്റെ ലിങ്ക് താഴെ, വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളോട് കണക്ട് ചെയ്യാം. കൂടാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലേ സാറേ,
അതിന്റെ ലിങ്ക് കൂടി ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം. അവിടെ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക് യു.